ദുബായിൽ നിന്നൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ജീവിതം ഈ കാണുന്ന KSRTC ബസ് പോലെ ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വെളുപ്പിനെ എണീക്കുന്നു, അടുക്കള പോകുന്നു, ഒരു ചായ എടുക്കുന്നു, പുറത്തോട്ടൊക്കെ വന്ന് ചെടികളിൽ പൂക്കളൊക്കെ വന്നാന്നൊക്കെ നോക്കുന്നു. ശേഷം നേരെ വീണ്ടും അടുക്കളയിലോട്ട് പോകുന്നു, ഗ്ലാസ്സൊക്കെ അവിടെ കഴുകി വെച്ചിട്ട് എന്താണ് കാപ്പി എന്നൊക്കെ നോക്കുന്നു. ഇന്നിപ്പോൾ എനിക്കിഷ്ടമുള്ള കാപ്പിയാണ് ഉപ്മാവ്. അടിപൊളിയാണ്, എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് ഒന്ന് പോയി. വീട്ടിനടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതു തിരികെ വന്ന് കാപ്പി എടുത്തിരുന്നു. ഇഷ്ടമുള്ള കാപ്പിയുണ്ട്, കുറച്ചധികം സമയവും വേണം, കുറച്ചധികം ഫുഡും വേണം എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിരുന്ന് ഒന്ന് വിശാലമായി കഴിച്ചു. ശേഷം റൂമിൽ പോയി ഒന്ന് റെഡിയായി, ഓഫീസിലേക്ക് പോകണം. നേരെ പുറത്തിറങ്ങി നോക്കി. അത്യാവശ്യം മഴക്കാറുണ്ട്. പിന്നെ കോട്ടും എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആ തലേ ദിവസം മഴ പെയ്തതിൻ്റെ വെള്ളക്കെട്ട റോഡ് മൊത്തം. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങ് പാളയത്തെത്തി. പാളയം കഴിഞ്ഞാൽ പിന്നെ മ്യൂസിയം സൂ റോഡ് വഴി വെള്ളയമ്പലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ആ ഒരു റോഡിൻ്റെ ഭംഗിയുണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പം ഏറെക്കുറെ ഒരു മാസമായിട്ട് ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ റൊട്ടീൻ ഇതിലൊരു മാറ്റവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കാണുന്ന വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു വിൻറ്റേജ് ബസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷം ഞാൻ വേറൊരു വീഡിയോ പറയാം.